ഹലോ ഗായ്സ്, നമുക്ക് ടെസ്ലയുടെ FSD ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ട്രാഫിക്കിൽ നിർത്തിയിരിക്കുകയാണ്. വണ്ടി ഓട്ടോമാറ്റിക്കലി നിന്നു. ഓക്കെ, ഇതിന് ഓട്ടോമാറ്റിക്കലി ടേൺ എടുക്കുകയാണ്. FSD ആണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു അറ്റൻഷൻ കൊടുക്കണം. നമ്മൾ സ്റ്റിയറിങ്ങിൽ കൈവച്ചുകൊണ്ട് ഇരിക്കണം എന്നാണ് അവരുടെ റൂൾസ്. ഓക്കെ, നമ്മൾ സ്റ്റിയറിങ്ങിന് കൈയെടുക്കാൻ പാടില്ല. കൈയെടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു വാർണിംഗ് കാണിക്കും. ഓക്കെ, അതർവൈസ് നമുക്കിതൊരു നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഡ്രൈവ് ദൂരമൊക്കെ പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അഡ്രസ്സ് വെച്ചിട്ട് FSD, ഇതാണ് എൻ്റെ FSD എന്നൊരു ബട്ടൺ. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി FSDയിൽ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ടേണിംഗ് ഉണ്ട് ഇവിടെ. നമ്മൾ ടേണിങ്ങിൽ ഓട്ടോമാറ്റിക്കലി വണ്ടി ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മളൊരു അറ്റൻഷൻ കൊടുക്കണം. ഓക്കെ, നമ്മൾ മുൻപിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഇൻ കേസ് നമ്മൾ സൈഡിലേക്കോ അല്ലെങ്കിൽ മൊബൈലിലേക്കോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഒരു വാർണിംഗ് വരും. നമ്മളങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ FSD ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 1-2 വീക്സിലേക്ക് പിന്നെ നമുക്ക് FSDയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ അറ്റൻഷൻ വേണം. എന്നിരുന്നാലും നമുക്കൊരു റിലാക്സേഷൻ ഉണ്ട്. നമ്മളെല്ലാ വണ്ടി ഓടിക്കുന്ന പോലെയുള്ള ഒരു പ്രശ്നമില്ല. FSD ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് ഒരു റിലാക്സ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ വണ്ടി നോക്കി കഴിഞ്ഞാൽ ഇത് റോഡിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടീനെ ഫോളോ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ആ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതും അതിൻ്റെ സ്പീഡ് അനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പിന്നെ റോഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്പീഡ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ 55 മൈൽസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 51-ലാണ്. അപ്പോൾ FSDയിൽ തന്നെ റഷ് മോഡുണ്ട്, സ്റ്റാൻഡേർഡ് മോഡുണ്ട്. സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ ആ ഒരു മിനിമം സ്പീഡിൻ്റെ ഇതിൽ പോയിക്കൊണ്ടിരിക്കും. റഷ് മോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കുറച്ചും കൂടി അഗ്രസീവായ ഡ്രൈവിംഗ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കുറച്ച് നല്ലൊരു സേഫായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഡ്രസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണിക്കുന്ന സ്ഥലം എത്ര ദൂരമുണ്ട്, പിന്നെ ടേണിങ്ങിലെല്ലാം ഓട്ടോമാറ്റിക്കലി വണ്ടി ഹാൻഡിൽ ചെയ്തോളൂ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളൊരു റൗണ്ട് അബൌട്ടിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും ഇതിനൊരു ഇൻ്റലിജൻസ് ഉണ്ടാവും. അപ്പോൾ ഈ റൗണ്ട് അബൌട്ടിൽ ഈൽഡ് ചെയ്യണം, അതായത് കുറച്ച് വെയിറ്റ് ചെയ്യണം നമ്മൾ കയറുകയാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി ആ റൗണ്ട് അബൌട്ട് കവർ ചെയ്തു. ഓക്കെ, സോ ഇറ്റ്സ് ഡൂയിങ് ഗുഡ്. FSD ഈസ് ബെറ്റർ ഓപ്ഷൻ. ടെസ്ലയുടെ FSD നല്ല മികച്ചതാണെന്നാണ് കമ്പയർ ടു ഓൾ അതർ EV കാർ. ഈ FSD ഉള്ള മെയിൻ ഫീച്ചേഴ്സ്, FSD ഫീച്ചേഴ്സ് മെയിനായിട്ട് ടെസ്ലയിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. അത് സ്കിപ്പ് ചെയ്ത് ഈ ലൈനിലേക്ക് മാറി പിന്നെ തിരിച്ച് ആദ്യം ഈ ലൈനിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. That's all about Tesla FSD.